ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓൾറെഡി ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മുന്നത്തെ എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ എൻ്റെ സ്കിൻ കെയറും ഡീറ്റെയിൽസുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഞാൻ കുറച്ച് സപ്ലിമെൻറ്റ്സും കൂടെ എക്സ്ട്രാ അതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഏതൊക്കെ എടുത്തു, എത്ര നാളെടുത്തു എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ സ്കിൻ ഈ 2025 ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ കുറച്ചും കൂടി കെയറും അതുപോലെ കുറച്ച് സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ കെയർ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനെ ഒന്ന് ലൈറ്റൻ ചെയ്യിക്കാനും നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ കിട്ടുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഒരിക്കലും ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത സപ്ലിമെൻറ്റ്സ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓർക്ക് എപ്പോഴും സപ്ലിമെൻറ്റ്സും ടാബ്ലറ്റും രണ്ടാണ്. സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫുഡിലോട്ട് ഇൻടേക്ക് നമ്മൾ ഫുഡിൽ നിന്നും കിട്ടാത്ത വൈറ്റമിൻസ്, ന്യൂട്രിയൻസ് അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കഴിക്കുന്നതാണ്. എന്നാൽ ടാബ്ലറ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ എന്തെങ്കിലും അസുഖം വരുമ്പോൾ കഴിക്കുന്ന ഗുളികയാണ് കേട്ടോ. അപ്പോൾ രണ്ടാണെന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ട്രാൻസ്ഫോർമേഷൻ വീഡിയോയിലെ താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി ഗ്ലൂട്ടാത്തയോൺ എടുത്തിട്ടുണ്ടായിരുന്നോ, ഗ്ലൂട്ടാത്തയോൺ ചെയ്തിട്ടാണോ, ഗ്ലൂട്ടാത്തയോണിൻ്റെ ഇഞ്ചെക്ഷൻ ആണോ, അതുപോലെ തന്നെ ടാബ്ലറ്റ് ആണോ, എന്താണ് കഴിച്ചത്, ഇനിയിപ്പോൾ ഗ്ലൂട്ടാത്തയോൺ എടുത്തത് കൊണ്ടാണ് ഞാൻ സ്കിൻ ലൈറ്റൻ ചെയ്തത് എന്നൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നിനും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്ത എന്താണ് ഞാൻ എടുത്തത്, എന്ത് സപ്ലിമെൻ്റ് ആണ് ഞാൻ എടുത്തതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള സ്കിൻ കെയർ, പേഴ്സണൽ കെയർ വ്ളോഗ്സ്, ഡെയിലി വ്ളോഗ്സ് ഒക്കെയാണ് എൻ്റെ വീഡിയോസിൽ ഞാൻ കൂടുതലും ഉൾപ്പെടുത്താറുള്ളത്. ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. എങ്ങനെയാണ് ഞാൻ എൻ്റെ സ്കിൻ അല്ലെങ്കിൽ എന്നെ ഞാൻ ഇങ്ങനെയാണൊന്ന് ട്രാൻസ്ഫോം ചെയ്തെടുത്തതെന്നാണ് കേട്ടോ ഇന്ന് പറയുന്നത്. ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. എന്നാലും ഞാൻ ഇന്ന് പറയുന്നത് ഞാൻ എന്തൊക്കെ കഴിച്ചിട്ടാണ്, ഞാൻ എന്തൊക്കെ സപ്ലിമെൻറ്റ്സ് എടുത്തിട്ടാണ് സ്കിൻ ലൈറ്റൻ ചെയ്തതെന്നാണ് കേട്ടോ. ഡെഫിനറ്റ്ലി ഞാൻ ഗ്ലൂട്ടാത്തയോൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലൂട്ടാത്തയോണിൽ നമുക്ക് ഇഞ്ചെക്ഷൻ IV ആയിട്ട് ചെയ്യാം, ടാബ്ലറ്റ് ആയിട്ട് കഴിക്കാം, അതുപോലെ തന്നെ മുഖത്ത് പറ്റുന്ന ക്രീമുകൾ അങ്ങനെ എടുക്കാം, സിറം കൈൻഡ് ഓഫ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഏതാണ് ഞാൻ എടുത്തതെന്നും എന്തൊക്കെയാണ് ഞാൻ കഴിച്ചതെന്നുമാണ് പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ ഗ്ലൂട്ടാത്തയോൺ എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാം. ക്യാൻസർ കീമോ ചെയ്ത് കഴിഞ്ഞ ആളുകൾക്ക് അവർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ഇഞ്ചെക്ഷനാണ് ഈ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് ഈ ഇഞ്ചെക്ഷൻ കൊടുക്കുന്നത് മൂലം, അതായത് അവർ ബോഡിയിൽ പ്രോട്ടീൻ കുറവായതുകൊണ്ട് ഈ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഇഞ്ചെക്ട് ചെയ്ത് കൂട്ടുന്നത് മൂലം അവരുടെ സ്കിന്ന് ലൈറ്റൻ ചെയ്ത് വരുന്നതായിട്ട് കണ്ടു. അങ്ങനെയാണ് ഈ സ്കിൻ കെയർ ഇൻഡസ്ട്രിയിൽ ഗ്ലൂട്ടാത്തിയോൺ സ്കിൻ ലൈറ്റനിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഈ സ്കിൻ ലൈറ്റനിങ്ങിന് വേണ്ടി ഗ്ലൂട്ടാത്തിയോൺ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് യാതൊരു വക പാർശ്വഫലങ്ങളും ഇല്ല. അതാണ് വലിയ കാര്യം. കിഡ്നി അടിച്ചു പോവുക അങ്ങനെയൊന്നും ഒരാളും ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് ബോഡിയിൽ പ്രോട്ടീൻ ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഗ്ലൂട്ടാത്തയോൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ മെലാനിൻ്റെ അളവ് ഓരോരോ വർഷങ്ങൾ കഴിയും തോറും, നമുക്ക് പ്രായമാവും തോറും നമ്മുടെ ശരീരത്തിൽ ഗ്ലൂട്ടാത്തയോൺ ഉൽപ്പാദിപ്പിക്കുന്നത് കുറയും. അതുവഴി നമുക്ക് ചുളിവുകൾ വരാനും സ്കിന്നൊന്ന് ഡള്ളാവാനൊക്കെ തുടങ്ങും. അങ്ങനെയാണ് ഓരോ ഏജ് കഴിയുമ്പോഴും നമ്മൾ ഏജിങ്, അതായത് ഇച്ചിരി ഡള്ളായി ഭംഗിയൊക്കെ കുറഞ്ഞു പോവുക അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ അത് നമ്മൾ ഓരോരോ ഏജ് കഴിയും തോറും നമ്മുടെ ബോഡിയിൽ വരുന്ന ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലൂട്ടാത്തയോണിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഗ്ലൂട്ടാത്തയോൺ നമുക്ക് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ സ്കിൻ ലൈറ്റിൻ ചെയ്യാനും സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി കൂട്ടാനും കുറച്ചും കൂടി യങ് ആൻഡ് യൂത്ത്ഫുൾ ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ആക്ച്വലി ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആക്ച്വലി നമ്മുടെ ബോഡിയിൽ നമ്മൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരുപാട് ബയോ കെമിക്കൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ഒരുപാട് ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കും. ഇത് വെള്ളവുമായിട്ട് യോജിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, ഇരുമ്പിലോട്ട് വെള്ളം അടിക്കുമ്പം അത് തുരുമ്പ് പിടിക്കുന്ന പോലെ നമ്മുടെ ബോഡിയിൽ ഒരു ഒരു ഓക്സിഡൈസേഷൻ പ്രോസസ്സിങ് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓക്സിഡൈസേഷൻ നടക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ നമ്മുടെ സ്കിൻ ലൈറ്റനിങ്, നമ്മുടെ സ്കിന്നിൻ്റെ കളർ ഒന്ന് ഡള്ളാവാനും നമ്മുടെ സ്കിന്നിൽ ഏജിങ് സൈൻസ് കാണാനും ചുളിവുകൾ, റിങ്കിൾസ് അങ്ങനെ വരുന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഗ്ലൂട്ടാത്തയോൺ എടുക്കുന്നവരിൽ സ്കിൻ ലൈറ്റൻ ചെയ്തു വരുന്നതും അതുപോലെ തന്നെ സ്കിന്ന് നന്നായിട്ട് യൂത്ത്ഫുൾ ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ. ആക്ച്വലി പണ്ടൊന്നും ഇതിനെപ്പറ്റിയൊന്നും ആരും ബോധേഡ് ആയിരുന്നില്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല, എല്ലാവരും സ്കിന്നിനെ പറ്റി ഭയങ്കരമായിട്ട് ബോധേഡാണ്. അതുകൊണ്ട് തന്നെ ഓരോരോ റിസർച്ചുകൾ ചെയ്തിട്ടായാലും ഓരോരോ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടായാലും നമ്മുടെ സ്കിന്നിലോട്ട് ആവശ്യമായിട്ട് കുറഞ്ഞു വരുന്ന പ്രോട്ടീൻസ് ആയാലും വൈറ്റമിൻസ് ആയാലും നമ്മൾ ഇഞ്ചെക്ട് ചെയ്തായാലും ഇൻടേക്ക് ചെയ്തിട്ടായാലും കഴിക്കലായാലും അങ്ങനെ ചെയ്യുന്നുണ്ട്.
അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഒരുപാട് പേര് ഗ്ലൂട്ടാത്തയോൺ എടുക്കുന്നുണ്ട്. ഓൾസോ ഞാനും എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IV ഞാൻ എടുത്തിട്ടില്ല. IVനെ പറ്റി പറയുകയാണെങ്കിൽ ഗ്ലൂട്ടാത്തയോൺ 3 തരമാണ് നമുക്കുള്ളത്. ഒന്ന് ഇൻട്രാവീനസ് ഗ്ലൂട്ടാത്തയോൺ, അതായത് IV നമുക്ക് ഇൻജെക്ട് ചെയ്തിട്ട് നമ്മൾ ട്രിപ്പ് ഇടുന്ന പോലെ നമുക്ക് ഇൻജെക്ട് ചെയ്തിട്ട് ബോഡിയിലോട്ട് കയറ്റാൻ വേണ്ടി പറ്റും. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്നതും പെട്ടെന്ന് നമുക്ക് സ്കിൻ ലൈറ്റനിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതും IV ഗ്ലൂട്ടാത്തയോൺ എടുക്കുമ്പോഴാണ് കേട്ടോ. രണ്ടാമത്തെ ഒരു ഫോം എന്ന് പറയുന്നത് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അതായത് ക്രീമിൻ്റെ രൂപത്തിൽ, സിറം കൈൻഡ് ഓഫ്, അങ്ങനെ ഒരുപാട് മുഖത്ത് പുരട്ടാൻ പറ്റുന്ന, പുറത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഗ്ലൂട്ടാത്തയോൺസ് അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെയൊക്കെ ഇൻടേക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അബ്സോർബൻസി വളരെ കുറവായതുകൊണ്ട് വളരെ സ്ലോവിലിയാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. റിസൾട്ട് ഉണ്ടെങ്കിൽ തന്നെ വളരെ ചെറിയ രീതിയിൽ മാത്രമേ നമുക്കത് കാണാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ മൂന്നാമതായിട്ട് വരുന്നതാണ് സപ്ലിമെൻറ്റ്സ്. അതായത് IVൻ്റെ ഒപ്പം നിന്നില്ലെങ്കിലും സപ്ലിമെൻറ്റ്സ് എടുക്കുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ പുറത്ത് പുരട്ടുന്ന ക്രീമിനെക്കാട്ടും കുറച്ചും കൂടി റിസൾട്ട് കിട്ടുന്നതാണ്. സപ്ലിമെൻറ്റ്സ് നമുക്ക് ടാബ്ലറ്റ് തരത്തിലുണ്ട്, ഈ എഫർവസൻ്റ് ടാബ്ലറ്റ് തരത്തിലും വരുന്നുണ്ട്. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് എഫർവസൻ്റ് ടാബ്ലറ്റ് ആണ് കേട്ടോ. ഞാൻ ഇവിടെ തൃശ്ശൂർ നമ്മുടെ ഒരു ഗ്ലോയിങ്ങിൽ പോയിട്ടായിരുന്നു കേട്ടോ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഗ്ലൂട്ടാത്തയോണിൻ്റെയും അതുപോലെ തന്നെ വൈറ്റമിൻ സിയുടെയും ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു, എഫർവസൻ്റ് ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഞാൻ ഇൻടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിച്ചത് കൊണ്ടും കൂടെയാണ് ഞാൻ സ്കിൻ ലൈറ്റനിങ് നന്നായിട്ട് ചെയ്തത് കേട്ടോ. എഫർവസൻ്റ് ടാബ്ലറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് അതിങ്ങനെ അലിഞ്ഞ് മെൽട്ടായതിനു ശേഷമാണ് നമ്മൾ കുടിക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി എടുക്കുന്നത്, ഞാൻ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു ബ്രേക്ക് വെച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്ന എഫർവസൻ്റ് ടാബ്ലറ്റ്, ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ്, അതിനെക്കാട്ടും കുറച്ചും കൂടി നല്ലൊരു ഫോമാണ് ഇപ്പോൾ ഞാൻ ഇൻടേക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്ക് കൂടി യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതായത് ഇതാണ് ഞാൻ ഇപ്പോൾ കറൻ്റ്ലി എടുക്കുന്ന ഗ്ലൂട്ടാത്തയോൺ. ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗ്ലൂട്ടാത്തയോണിനെക്കാട്ടും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. കുറച്ചും കൂടി നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോമാണ്. ഇത് വന്നിട്ട് നമ്മൾ ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ജപ്പാനീസ് ഗ്ലൂട്ടാത്തയോൺ ആണ് കേട്ടോ. ഈ ജപ്പാനീസ് ഗ്ലൂട്ടാത്തയോൺ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടിയും ക്വാളിറ്റി കൂടിയതാണ്. ഞാൻ മുന്നേ യൂസ് ചെയ്തിരുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയതാണ്. കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് വന്നിട്ട് ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഗ്ലോ എന്ന് പറയുന്ന റേഞ്ചിൽ വരുന്ന ജപ്പാനീസ് ഗ്ലൂട്ടാത്തയോൺ ആണ് കേട്ടോ. ഇതിൽ വന്നിട്ട് 500 mg ഗ്ലൂട്ടാത്തയോൺ പ്ലസ് 40 mg വൈറ്റമിൻ സി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വൈറ്റമിൻ സി ടാബ്ലറ്റ് ഇൻടേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ഒരെണ്ണം മാത്രം ഡെയിലി നമ്മൾ വെച്ചാൽ മതിയാവും കേട്ടോ. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്നത് ഓൾസോ ഞാൻ പറഞ്ഞ പോലെ ജാപ്പനീസ് ഗ്ലൂട്ടാത്തയോൺ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഫാസ്റ്റ് റിസൾട്ട് നമുക്ക് തരുന്നുണ്ട്. ഇത് നമ്മൾ അബ്സോർബ് ചെയ്യുന്നത് വഴി നമ്മുടെ ബ്ലഡിലോട്ട് എത്തുന്ന ഗ്ലൂട്ടാത്തയോണിൻ്റെ അളവ് എന്ന് പറയുന്നത് നോർമൽ കഴിക്കുന്ന ഗ്ലൂട്ടാത്തയോണിനെക്കാട്ടും കൂടുതൽ അളവിൽ നമുക്ക് ബ്ലഡിലോട്ട് എത്തുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് റിസൾട്ട് കൂടുതലായിട്ടും അല്ലെങ്കിൽ ഒരു ഫാസ്റ്റിംഗ് റിസൾട്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഈ ഗ്ലൂട്ടാത്തയോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വെള്ളത്തിൽ അലിയിച്ച് കഴിക്കുന്ന ഒരു ഗ്ലൂട്ടാത്തയോണാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഒരേ അളവിൽ വെള്ളത്തിൽ ഒരു 250 ml ഓഫ് വാട്ടറിലാണ് നമ്മളിത് അബ്സോർബ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരേ അളവിൽ എല്ലായിടത്തും ആയതുകൊണ്ട് തന്നെ നമ്മൾ നാവിൽ കൂടി നമ്മൾ കുടിക്കുകയാണല്ലോ. അപ്പോൾ നോർമലി കഴിക്കുന്ന നമ്മുടെ ടാബ്ലറ്റിനെക്കാട്ടും അപേക്ഷിച്ച് നമുക്ക് കഴിച്ച ഉടനെ തന്നെ നമുക്ക് അതിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് കൂടുതൽ വേഗത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. ഡെഫിനറ്റ്ലി നിങ്ങൾ സ്കിൻ ലൈറ്റനിങ്ങിന് വേണ്ടിയാണ് ഗ്ലൂട്ടാത്തയോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഗ്ലോ എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. മറ്റുള്ള ഗ്ലൂട്ടാത്തയോണിനെക്കാട്ടും അപേക്ഷിച്ച് നിങ്ങൾക്കൊരു വേറൊരു ഗ്ലൂട്ടാത്തയോൺ റെഫർ ചെയ്യേണ്ട കാര്യമില്ല. ഏറ്റവും നല്ല ഒരു ഗ്ലൂട്ടാത്തയോണാണ് ജാപ്പനീസ് ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ടാബ്ലറ്റിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നാണ് നിങ്ങളുടെ ഡൗട്ട് എന്നുണ്ടെങ്കിൽ യാതൊരു വക സൈഡ് എഫക്റ്റും ഇല്ല. കൂടി വരുന്ന ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഇത്തിരി ഹൈ ആണെന്നുള്ളതാണ് കേട്ടോ. 1918 rupees ആണ് ഈ ഒരു 20 ടാബ്ലറ്റിന് വരുന്നത് കേട്ടോ. ഇതേപോലെ ഒരു ബോട്ടിലിൽ ഇതിൽ നമുക്ക് 20 ടാബ്ലറ്റ് ആണുള്ളത്. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഒരു 8 weeks എങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ടാബ്ലറ്റ് ഇൻടേക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ 1918 rupees ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അത് മാത്രമാണ് ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഇതിൻ്റെ ഒരു വെബ്സൈറ്റ് ത്രൂ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ VBR10 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 10% കൂടെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് വാങ്ങാനുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ കൂടി കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ 10% കൂടെ അഡീഷണൽ ആയിട്ട് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. ഓൾസോ നമുക്ക് ഈ പ്രോഡക്റ്റ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് അങ്ങനെ തുടങ്ങിയ
ഒരുപാട് വെബ്സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ എങ്ങനെ കൺസ്യൂം ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ ഒരു ടാബ്ലറ്റ് എപ്പോൾ വേണമെങ്കിലും കൺസ്യൂം ചെയ്യാവുന്നതാണ്. ഡെയിലി വൺസ് എന്ന രീതിയിൽ മാത്രം കഴിക്കാട്ടോ. ഒന്നിൽ കൂടുതൽ ടാബ്ലറ്റ് കൂടുതൽ സ്കിൻ ലൈറ്റനിങ്ങിന് വേണ്ടി കഴിച്ചതുകൊണ്ട് നമുക്ക് യാതൊരു വക ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നില്ല. എപ്പോഴും ആഫ്റ്റർ ഫുഡ്, അതായത് ഫുഡ് കഴിച്ച് ഒരു അരമണിക്കൂറിന് ശേഷം മാത്രം രാവിലെയോ ഈവനിങ്ങിലോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ടാബ്ലറ്റ് കൺസ്യൂം ചെയ്യാവുന്നതാണ്. ഈ ടാബ്ലറ്റ് നമുക്ക് സ്കിൻ ലൈറ്റനിങ്ങിന് വേണ്ടി മാത്രമല്ല, ഡോക്ടേഴ്സ് ഒരുപാട് അസുഖങ്ങൾക്കും കൂടി ഈ ടാബ്ലറ്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. നമുക്ക് പൊതുവേ കണ്ടുവരുന്ന ക്യാൻസർ കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടി കിട്ടുന്ന ഒരു പ്രോട്ടീൻ പോലെയാണ് ഇത് കൊടുക്കുന്നത്. നല്ല പ്രോട്ടീനാണ്. അതുപോലെ തന്നെ ആസ്മ, അലർജി, അങ്ങനെ ഒരുപാട് സ്കിൻ കണ്ടീഷൻ, അതായത് രോഗാവസ്ഥയിൽ നമുക്ക് ഡോക്ടേഴ്സ് റെഫർ ചെയ്യുന്ന ടാബ്ലറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റോ ബുദ്ധിമുട്ടുകളോ നമുക്കിത് കഴിക്കുന്ന വഴി ഉണ്ടാവുന്നില്ല കേട്ടോ. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഞാൻ ഈ ടാബ്ലറ്റ് എങ്ങനെ ഇൻടേക്ക് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം. ഞാനിപ്പോൾ ഇന്നത്തെ എൻ്റെ ടാബ്ലറ്റ് കഴിച്ചിട്ടില്ല കേട്ടോ, അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇത്രയ്ക്കും ഒരു വലിയ സൈസിലാണ് നമുക്ക് ടാബ്ലറ്റ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൂട്ടാത്തയോണും അതുപോലെ തന്നെ വൈറ്റമിൻ സി ഒക്കെ ഉള്ള കാരണം നമ്മുടെ സ്കിന്നിലായാലും ഈ വൈറ്റമിൻ സി നമ്മുടെ ഹെയറിനായാലും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. അതിന് ശേഷം നമ്മുടെ ഈ ടാബ്ലറ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇതിങ്ങനെ എന്താ പറയുക, ഇതിൽ നിന്ന് എന്തോ ഗ്യാസ് ഫോം ചെയ്യണ പോലെ ഇതിങ്ങനെ അലിഞ്ഞ് ഫുൾ അലിഞ്ഞ് ഡിസോൾവ് ആയിട്ട് വരുമ്പോൾ മാത്രമാണ് നമ്മളിത് ഇൻടേക്ക് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. ഇത് ഫുൾ മെൽട്ടായി കഴിയുമ്പോൾ ഇതിൻ്റെ കളറ് കുറച്ചും കൂടി ഡാർക്ക് കളറിലോട്ട് മാറും. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഗ്ലൂട്ടാത്തയോൺ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഷീക്ക് ന്യൂട്രിക്സിൻ്റെ അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ. കുറച്ചും കൂടി ഫാസ്റ്റ് റിസൾട്ട് കിട്ടും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് ജാപ്പനീസ് ഗ്ലൂട്ടാത്തയോൺ ആണ്. ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഗ്ലൂട്ടാത്തയോണിനെക്കാട്ടും ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന, അതായത് ഏറ്റവും ഫസ്റ്റ് റിസൾട്ട്, ഫാസ്റ്റിംഗ് റിസൾട്ട് തരുന്ന ഒന്നാണ് ജാപ്പനീസ് ഗ്ലൂട്ടാത്തയോൺ. അതുകൊണ്ട് തന്നെയാണ് ഈ ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഗ്ലോ എന്ന് പറയുന്ന ഈ ഗ്ലൂട്ടാത്തയോൺ ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാം. അതിന് മുന്നേ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സ്കിൻ കെയറും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ എൻ്റെ സ്കിന്നിലുണ്ടായ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്കും നിങ്ങളുടെ സ്കിന്നിൽ ചെയ്യാൻ വേണ്ടി പറ്റേ. അപ്പോൾ നമ്മുടെ ഇത് ഏകദേശം മെൽട്ടായി വരുന്നുണ്ട്. കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാട്ടത്. ഒരു ഏകദേശം ഒരു 3-4 മിനിറ്റ് പിടിക്കുന്നുണ്ട് ഇതൊന്ന് മെൽട്ടായി വരാൻ. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ നേരത്തേതിനെക്കാട്ടും കുറച്ചും കൂടി ഡാർക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കളറ്. ഇപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇൻടേക്ക് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു സ്ട്രോബെറി ഐസ്ക്രീമിൻ്റെ ഒരു ഫ്ലേവറാണ് കേട്ടോ. കുടിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ചിട്ട് ഒന്നിൽ കൂടുതൽ ടാബ്ലറ്റ് ഇൻടേക്ക് ചെയ്യണ്ട കേട്ടോ. ഇതേ ഒരു എഫർവസൻ്റ് ടാബ്ലറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത്രയ്ക്കും ഒരു ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ ഡെയിലി കുടിക്കുന്നതിനെക്കാട്ടും കൂടുതലായിട്ട് നമ്മുടെ വയറ്റിലെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ബെനിഫിറ്റ്സും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.